എന്താ സാറേ, വിശേഷിച്ച് എന്തെങ്കിലും? വിശേഷമൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സ്വാതി ഒന്ന് ചോദ്യം ചെയ്യണം. സ്വാതി ചോദ്യം ചെയ്യാനോ? എന്തിന്? കുറ്റം ചെയ്യുന്നത് മാത്രമല്ല, കുറ്റവാളികളെ സംരക്ഷിക്കുന്നതും ക്രിമിനൽ കുറ്റം തന്നെയാണ്. അല്ല, സ്വാതി ആരെ സംരക്ഷിച്ചു എന്നാ സാറി പറയുന്നത്? ഈ ഏറാടിയും സ്വാതിയും തമ്മിൽ എന്താ ബന്ധം? അയാളെന്തിനാ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ ഇവിടെ വരുന്നത്? സർ, അയാളൊരു വൈദ്യന്. സ്വാതി മോൾക്ക് ആയുർവേദ മരുന്ന് കൊടുക്കാൻ അദ്ദേഹം വരുന്നു. വൈദ്യരോ? അയാളോ? നിങ്ങൾ എന്ത് മണ്ടത്തരമായി പറയുന്നത്? അയാളൊരു കൊലക്കേസ് പ്രതിയാണെന്നുള്ള കാര്യം സ്വാതിക്കറിയാമോ? കൊലക്കേസിലെ പ്രതിയോ? അതെ. സംഭവം നടന്നത് ഇവിടെയല്ല, അങ്ങ് ചെന്നൈയിലാ. കുറച്ചു നാളായി തമിഴ്നാട് പോലീസ് അയാളെ അന്വേഷിച്ചോണ്ടിരിക്കുക. അയാളിപ്പോ എവിടെയുണ്ട്? അറിയില്ല സർ. ഇനി അയാൾ നിങ്ങളെ വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഉടൻ തന്നെ ഞങ്ങളെ വിവരം അറിയിക്കണം. ഞങ്ങൾക്ക് അയാളെ കസ്റ്റഡിയിലെടുത്തേ പറ്റൂ. അതല്ല, അയാളെ ഇനിയും ഒളിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ദോഷം ചെയ്യും. മനസ്സിലായോ? ആ വീട്ടില് സർവാധികാരിയായിട്ട് നീ വാഴുന്ന കാഴ്ച ഈ അമ്മയ്ക്ക് കാണണം മോളെ. ആ സൗഭാഗ്യം എനിക്ക് മാത്രം ഉള്ളതല്ല അമ്മേ, രാജീവേട്ടനും അമ്മയ്ക്കും കൂടി ഉള്ളതാ. ആണോ? പക്ഷേ അതിന് ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചേ പറ്റൂ. എന്താ മോളുടെ മനസ്സിൽ? ദാ മോൾ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും ഈ അമ്മ ഒപ്പം നിൽക്കും. അമ്മേ, ഒരു കാരണവശാലും സ്വാതിയുടെ കുഞ്ഞ് ആ വീട്ടിൽ ജനിക്കാൻ പാടില്ല. ആ വീട്ടിലെന്നല്ല, ഒരിടത്തും. മോളെ, നീ പറഞ്ഞു വരുന്നത്? അതെ അമ്മേ, അവൾക്കിനി കുഞ്ഞുങ്ങളെ ജനിക്കാൻ പാടില്ല. അയ്യോ. അവൾക്ക് മാത്രമല്ല, ആ നന്ദിനിക്കും. MBA പാസ്സായ ആളാ എന്റെ രാജീവേട്ടൻ. ആ രാജീവേട്ടനാണോ വിളിച്ചിങ്ങനെ കുട്ടികളെ പോലെ പഠിപ്പിക്കുന്നത്? കഷ്ടം. ഗൗരി, ബിസിനസ് അഡ്മിനിസ്ട്രേഷനും വലിയ ഡിഗ്രിയൊക്കെ നല്ലതിനാ. പക്ഷേ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് വല്യച്ഛൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. മോനെ രാജീവേ, നീയും ഗിരിയും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാ. ഒരു ബിസിനസ്സിലൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് പരസ്പര ബഹുമാനവും വിശ്വാസവുമാണ്. ഗിരിയോടോ എന്നോടോ ആലോചിക്കാതെ മോൻ സ്വതന്ത്രമായി തൽക്കാലം ഒരു തീരുമാനം എടുക്കരുത്. അതെന്ത് കാര്യമാ വലിയ പറയുന്നേ? എന്റെ ഭർത്താവ് എന്താ അത്രയ്ക്ക് കഴിവില്ലാത്തവനാണോ? ഗൗരി, ആവശ്യമില്ലാത്ത അർത്ഥങ്ങളൊന്നും നീ ഒന്നിനും കൽപ്പിക്കേണ്ട കാര്യമില്ല. കഴിവില്ലഞ്ഞിട്ടാണോ ഈ നിൽക്കുന്ന ഗിരിയെ ഒരു സാധാരണക്കാരന്റെ പോസ്റ്റിൽ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തത്? പക്ഷേ ഇന്നിവൻ നമ്മുടെ കമ്പനിയുടെ MD-യാ. അതുപോലെ തന്നെയാ രാജീവും. ആദ്യം കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ. അത് പറ്റില്ല വലിയ. അതെ, എന്റെ രാജീവേട്ടനെ അപമാനിക്കുന്നതിന് തുല്യ. പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഗിരിക്ക് തുല്യമായിട്ടുള്ള പദവി എന്റെ രാജീവേട്ടനും കിട്ടിയേ പറ്റൂ. അത് പറ്റില്ല ഗൗരി. പറ്റണം. ഇവൻ MD ആയിരിക്കുന്ന കമ്പനിയില് എന്റെ ഭർത്താവ് ഒരു സാധാരണ ജോലിക്കാരനായിട്ട് കൊള്ളാം, നല്ല ബുദ്ധി. പക്ഷേ അത് ഈ ഗൗരിയോട് വേണ്ട. ഗൗരി, നീ തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നേ. സാധാരണ ജോലിക്കാരനായിട്ടല്ല, അസിസ്റ്റന്റ് മാനേജറായിട്ടാ രാജീവിനെ നിയമിക്കാൻ പോകുന്നത്. അത് കൊള്ളാം. അസിസ്റ്റന്റ് മാനേജർ. രണ്ടുപേരും കൂടി ഞങ്ങളെ കളിയാക്കണം. ഗിരിയുടെ പദവിയിൽ നിന്ന് ഒട്ടും കുറയാത്തൊരു പോസ്റ്റ് അതെന്റെ രാജീവേട്ടന് കിട്ടിയേ തീരൂ. അതിലൊരു മാറ്റവും ഇല്ല വലിയ. ഒരു കമ്പനിയിൽ 2 MD-യോ? അതെങ്ങനെ പറ്റും? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഗിരിയുടെ
എന്റെ പദവിയിൽ നിന്ന് ഒട്ടും കുറയാത്തൊരു പോസ്റ്റ് അതെന്റെ രാജീവേട്ടന് കിട്ടിയേ തീരൂ. അതിലൊരു മാറ്റവും ഇല്ല വല്യച്ഛ. ഒരു കമ്പനിയിൽ 2 MDയോ? അതെങ്ങനെ പറ്റും? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. രാജീവേട്ടനത് കിട്ടിയേ തീരൂ. രണ്ടുപേരും കൂടെ അത് തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാ മതി. വാ രാജീവേട്ട. വല്യച്ഛ, ഗൗരി പറഞ്ഞത് വല്യച്ഛൻ കാര്യമാക്കണ്ട. എനിക്ക് ഈ പോസ്റ്റ് തന്നെ മതി. ഗൗരിയെ ഞാൻ സമ്മതിപ്പിച്ചോളാം. ഞാൻ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്താടാ ഇവളിങ്ങനെ? വലിച്ച, നമ്മളൊരു വലിയ അപകടം അടുത്ത് തലവെക്കാൻ പോകുന്നത്. സൂക്ഷിക്കണം. ഒരാളെ അല്ല, 2 പേരെയും. വന്നു കേറിയില്ല, അതിനു മുമ്പേ എല്ലാം പിടിച്ചടക്കാനുള്ള ശ്രമം തുടങ്ങി. രാജീവേട്ടനെ നമ്മളെ വിചാരിക്കുന്ന പോലെ അത്ര മണ്ടനൊന്നും അല്ല. ഈ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ അഭിനയാണോന്ന് എനിക്ക് സംശയമുണ്ട്. നോക്കിക്കോ, ഒരു ദിവസം പാമ്പിനെ പോലെ തിരിഞ്ഞു കൊത്തും. ഗിരേട്ടാ, ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? മറുപടി പറയാനുള്ള എന്തെങ്കിലും നീ പറഞ്ഞതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത്. അത് ശരി, അപ്പൊ ഞാൻ മാത്രം മണ്ടി. ഞാൻ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും എന്റെ അഭിപ്രായത്തിന് ഒരു വിലയില്ലാത്തത്. എടി, നിനക്കിപ്പോ എന്താ വേണ്ടത്? രാജീവേട്ടനെ എന്തിനാ ഗിരിയേട്ടന്റെ ബിസിനസിനൊപ്പം നിർത്തിയത്? സ്വന്തമായിട്ട് വേറെ ഏതെങ്കിലും ബിസിനസ് ഇട്ടുകൊടുത്താ പോരെ? ഇല്ലെങ്കിൽ പിന്നെ നാളെ ഗിരിയേട്ടന്റെ ബിസിനസ്സിൽ ഇവരും അവകാശം പറഞ്ഞു വരും. അതിന് ഇത് എന്റെ മാത്രം ബിസിനസ് ആണെന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? അപ്പോ ഇത്രയും നാളും ഈ ബിസിനസ് നല്ലതുപോലെ നോക്കി നടത്തി വളർത്തി വലുതാക്കിയത് ഗിരിയേട്ടനല്ലേ? അതെ. അതിനെന്താ കുഴപ്പം? നീ എന്നെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. നീ കാണാത്ത പലരും എന്റെ ബിസിനസ്സിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അതാരാ ഞാൻ കാണാത്ത ഈ പലരും? അതൊക്കെ സമയമാകുമ്പോ നീ അറിയും. ഓ, അവരായിരിക്കും സ്വാതി അടുത്തി. അനിയന് വേണ്ടി കഷ്ടപ്പെടാൻ അവരാണല്ലോ മുമ്പില്. നന്ദിനി, നീ വെറുതെ വഴക്കിട്ട് എന്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാൻ നിൽക്കരുത്. എടി, നാളെ നല്ലൊരു ദിവസമാ, അത് ഓർമ്മ വേണം. അതിനെക്കുറിച്ച് മാത്രം നീ ആലോചിക്കും. ക്ഷേത്രത്തിൽ പോകുന്ന കാര്യല്ലേ? ഗൗരിയേച്ചി ആകെ കലിപ്പായിട്ട് നിൽക്കുക. സത്യത്തിൽ ഗൗരിയേച്ചിക്കും കൂടി ക്ഷേത്രത്തിലെ പൂജ നടത്തായിരുന്നു. പൂജ നടത്തിയാൽ മാത്രം മതിയോ? അതിന്റെ ഫലം കൂടി കാണണ്ടേ? ബലം കിട്ടോ ഇല്ലോ എന്ന് തീരുമാനിക്കുന്നത് ഈശ്വരനല്ലേ, അല്ലാതെ വല്യച്ഛനൊന്നും അല്ലല്ലോ. എടി, ആചാരങ്ങൾ ലംഘിക്കാനുള്ളതല്ല, അത് വിശ്വസിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുമ്പോ ഫലം കിട്ടാനുള്ളതാ. ആ, എന്നാ പിന്നെ ഗിരിയേട്ടൻ നാളെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ? എന്താ? അതെ, നമുക്കായിരിക്കണം ഈ വീട്ടിലെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കേണ്ടത്. എന്താടോ പതിവില്ലാതൊരു പുസ്തകം വായന? കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതിയെക്കുറിച്ചും അവരുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചുള്ള പുസ്തകം ഇത്. ദേ നോക്കി. താനിതൊക്കെ നോക്കിയില്ലേ? അത് മതി. അല്ല, എന്തിനാ ഇതൊക്കെ ഇപ്പൊ വായിച്ചു പഠിക്കുന്നേ? സ്ത്രീകളായ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? ഗർഭിണിയാവുന്നത് മുതൽ തുടങ്ങണം കുഞ്ഞിന്റെ ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള വഴികൾ. നമ്മുടെ മോനെ നല്ല ആരോഗ്യത്തോടെ വളർത്താനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ പഠിച്ചുകൊണ്ടിരിക്കുക. ഡോക്ടർ, എന്റെ സ്വാതിക്ക് ഇനിയൊരു അമ്മയാവാൻ കഴിയില്ലേ? ഭാവിയിൽ പ്രഗ്നൻസി ഉണ്ടാവാൻ ഈ സർജറി ഒരു തടസ്സമാവോ? നീൽ, സ്വാതിക്ക് ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടാവൂന്ന് എനിക്കിപ്പോ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഈ ക്ഷേത്രത്തിൽ പോകുന്നതിൽ നിന്ന് എന്നെ ഒഴിവാക്കിയത് നീയല്ലേ? ഞാനോ? അതെ, നീ തന്നെ. എന്റെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാതിരിക്കാൻ വേണ്ടി നീ നടത്തിയ പ്ലാനിംഗ് ആണിതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ നിന്റെ ബുദ്ധിക്ക് മുന്നിൽ ഈ ഗൗരി തോൽക്കില്ല. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദേ, അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നീ പറഞ്ഞത്. നീ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടിയൊന്നും അല്ല. ഇതിന് നിനക്ക് ഞാൻ മറുപടി തരുന്നത് എങ്ങനെയാണെന്ന് നീ കണ്ടോ? ഈ വീട്ടിൽ ജനിച്ചവർക്ക് പുല്ലുവില. അച്ഛനും അമ്മയും ആരെന്നറിയാതെ എവിടെന്നോ കയറി വന്ന ജാരസന്തതിക്ക് സർവാധികാരം. ജാരസന്തതിയോ? ആരടിയത്? ദേ, നല്ല അന്തസ്സുള്ള അച്ഛന് പിറന്ന മോളാ ഞാൻ. അത് നിനക്ക് താമസിയാതെ മനസ്സിലായിക്കോളും. നീ അടങ്ങി നിൽക്കടി അവിടെ.
ഒക്കെ മാറും. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾ ഇവിടെ വന്ന് വിളക്ക് തെളിയിക്കണം. ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിലെ ചോദ്യ നക്ഷത്രക്കാരിക്കാ അതിനുള്ള യോഗം. കുട്ടിയല്ലേ അത്? അതെ. മോള് വേണം അത് ചെയ്യാൻ. നേരത്തെ ഇതേ ആവശ്യം പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയും ഇവിടെ വന്നിരുന്നു. ആ കുട്ടിയും ഈ കുടുംബത്തിലെ ആണെന്നാണല്ലോ പറഞ്ഞത്. വന്നോളൂ, നമുക്ക് കാവിലേക്ക് പോകാം. ഇതാ ഞാൻ പറഞ്ഞ ആ കുട്ടി. ഇവളോ? ഇവളാ എന്റെ മാലിന്യം ഇല്ലാതാക്കിയത്. എന്താടി, നിന്നോട് ആരാ ഇവിടെ വിളക്ക് കഴിക്കാൻ പറഞ്ഞത്? ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലമായത്. ഇതിനകത്ത് കയറാൻ ആരാ നിനക്ക് അനുവാദം തന്നത്? അച്ഛാ, എന്തിനാ അച്ഛാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ശാന്തമായി പ്രാർത്ഥിക്കേണ്ട സ്ഥലമല്ലേ ക്ഷേത്രം. ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ശരിയാണോ? നിങ്ങളിവിടെ പ്രാർത്ഥിക്കാനല്ലേ വന്നത്? ഞാനും ഇവിടെ അതിന് തന്നെയാ വന്നത്. നിനക്ക് പ്രാർത്ഥിക്കാനും ദീപം തെളിയിക്കാനുള്ള സ്ഥലമല്ല ഇത്. അമ്മ ദീപം തെളിയിച്ചിരുന്ന കാവാ ഇത്. ഇവിടെ നീ കാലുകുത്തിയാ ഇതിന്റെ പവിത്രത നഷ്ടപ്പെടും. ഇറങ്ങി പോവാനാ നിന്നോട് പറഞ്ഞത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ വളരെ ശാന്തമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ നീ ഉണ്ടാക്കിയ കോലാഹലങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. അടി കൊടുത്ത് ഇവിടെ ഇറക്കി വിടണം, അതാ വേണ്ടത്. തർക്കം വേണ്ട. കുടുംബത്തിലെ സ്ത്രീകൾക്ക് വിളക്ക് കൊളുത്താൻ അവകാശമുള്ള കാവായത്. അതുപോലെ തന്നെ വിശ്വാസമുള്ള ആർക്കും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. വിളക്ക് കൊളുത്തി നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് സത്യമാവുക തന്നെ ചെയ്യും. ദേവിയുടെ നക്ഷത്രത്തിൽ ഒരു പെൺകുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കും. ആ കുഞ്ഞിന്റെ ജനനത്തോടെ എല്ലാ പ്രശ്നങ്ങളും മാറും. പക്ഷേ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഇനി നിങ്ങൾ വിളക്ക് തെളിയിച്ചോളൂ. മാഡം, എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാ ഞാൻ മാപ്പ് പറയുന്നത്. പക്ഷേ എന്റെ മരണം വരെ ഇവൾ എന്റെ ശത്രു തന്നെയായിരിക്കും.
സ്വാതിക്ക് മാത്രമല്ല, നീ എനിക്കും ശത്രു തന്നെയാ. സ്വാതി വാ. ദേ, എല്ലാം ഒരു മയത്തിൽ വേണം. ഡയറക്ടർ ആകെ ചൂടില്ല, അത് മറക്കണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചതൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ? ഏട്ടാ, ബാക്കി ഞാൻ പറയാം. ഒരു സ്ത്രീയെ പരസ്യമായി അടിക്കുന്നത് തെറ്റ് തന്നെയാണ്. എന്റെ ഭർത്താവ് ഈ സിനിമയിലെ നായിക വൈദേഹിയെ തല്ലി. അതിന് എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാ വൈദേഹിയുടെ ഡിമാൻഡ്. സ്വന്തം ഭർത്താവിന് വേണ്ടി ത്യാഗം സഹിച്ച ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഉണ്ട്. ഇത് അങ്ങനെ ഒരു ത്യാഗമല്ല. ഏട്ടൻ മാത്രമല്ല, ഞാനും വൈദേഹിയോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാ ഇങ്ങനെ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തീരുമാനിച്ചത്. പക്ഷേ മാപ്പ് പറയുന്നതിന് മുൻപ് എനിക്ക് വൈദേഹിയോട് മാത്രമായിട്ട് ഒന്ന് സംസാരിക്കണം. ഞാൻ അവരോട് പറഞ്ഞതേ വെറുതെ. ഏട്ടൻ അടിച്ചതിനല്ല ഞാനിപ്പോ നിന്നോട് മാപ്പ് പറയാൻ പോകുന്നത്. നിന്നെ ഞാൻ അടിച്ചതിനാ. അതേടി, കഴിഞ്ഞ ദിവസം നിന്റെ കരണക്കുറ്റിക്ക് ഞാൻ അടിച്ച കാര്യം ഞാൻ ഇവരോടൊക്കെ അങ്ങ് തുറന്നു പറയാൻ പോവാ. എല്ലാവരും അറിയട്ടെ അല്ലേ? ഞാൻ മാപ്പ് പറയും. പക്ഷെ അത് കഴിഞ്ഞ് ദേ അവിടെ നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരു പട്ടിക്കുഞ്ഞിന്റെ വില പോലും നിനക്കുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഞാനും വൈദേഹിയോട് ഒരു തെറ്റ് ചെയ്തു. അതെന്താണെന്ന് നിങ്ങളും കൂടി ഒന്ന് അറിയണം. മതി, ഇത്രയും മതി. നീലനെ തല്ലിയതിന് പരസ്യമായി മാപ്പ് പറയാൻ ഇവള് സമ്മതിച്ചല്ലോ. അത് മതി എനിക്ക്. തൽക്കാലത്തേക്ക് ഞാൻ ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു. നീ എന്താ പറഞ്ഞു വരുന്നത്? മുടക്കണം. എന്ത്? സ്വാതി എടുത്തിയുടെ പൂജ എനിക്ക് മുടക്കണം. ഈ വീട്ടിൽ ആദ്യം കുഞ്ഞുണ്ടാവുന്നത് നമ്മളിൽ ആർക്കെങ്കിലും മതി. സ്വാതി എടുത്തിയുടെ പൂജയ്ക്ക് മുടക്കം വന്ന ഉദ്ദേശിച്ച ബലം അവർക്ക് കിട്ടില്ല. നീ പറഞ്ഞത് ശരിയാ. പക്ഷെ അതെങ്ങനെ? 7 ദിവസം കഴിഞ്ഞ് സിദ്ധൻ ഇവിടെ വന്നല്ലേ പൂജ നടത്തുന്നത്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് മുടക്കിയേ പറ്റൂ. താൻ എന്നോട് പിണങ്ങിയോ? ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടോ? എനിക്ക് ഒന്ന് പുറത്തു പോണം. എവിടെ? അത് ഞാൻ തിരിച്ചു വരുമ്പോ പറയാം. പക്ഷെ ഇപ്പൊ എനിക്ക് പോയേ പറ്റൂ. അത് പറ്റില്ല. താൻ എവിടെ പോകുന്നെങ്കിലും അതെന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി. ഏട്ടാ, ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് ഞാൻ തിരിച്ചെത്താം. അതൊക്കെ ശരി, സമ്മതിച്ചു. കഴിഞ്ഞ ദിവസങ്ങൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ സ്വാതിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് ഇനി സ്വാതി, നീ എവിടെ പോകുന്നു അതെനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞേ പറ്റൂ. ഏട്ടാ പ്ലീസ്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ താൻ ഇനി ഒരിടത്തേക്കും പോണ്ട. ഞാൻ പറയാം. ഏട്ടാ, ആ കുട്ടികളില്ലേ നിളയും കാവേരിയും, അവര് താമസിക്കുന്നത് ഇവിടെ അടുത്താ. അവരിപ്പോ എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായി ഞാൻ അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞു. ഏട്ടാ പ്ലീസ്. എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കണം, അമ്മയാവണം. പച്ച ജീവനോടെ എന്നെ കത്തിച്ചു കൊല്ലാൻ കാത്തിരുന്നവരുടെ മുമ്പിൽ എനിക്ക് ജയിച്ചേ പറ്റൂ.
അതിന് ചേട്ടൻ എന്നെ സഹായിക്കില്ലേ? നീൽ, സ്വാതി ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. സ്വാതിക്ക് ഒരു അപകടം പറ്റി. എന്ത് അപകടം? ഡാനി, നമുക്ക് വീണ് കിട്ടിയ ഒരു ഉഗ്രൻ ചാൻസ് ആയത്. ഇത് നമ്മൾ മിസ് ചെയ്യരുത്. മാഡം പറഞ്ഞാ മതി, വേണ്ടത് ഞാൻ ചെയ്തോളാം. നീ അവിടുത്തെ വിവരങ്ങൾ അന്വേഷിക്കുക. ഞാൻ ഇപ്പൊ വരാം. ശരി മാഡം. ഗൗരിച്ചി, കുഴപ്പാവോ? ഏയ്, എന്ത് കുഴപ്പം? നീ ഇങ്ങോട്ട് പാടി വേണേ, അങ്ങോട്ട് ചെല്ലും. നോക്ക്, ഞാൻ അവിടെ നോക്കാം. അതെ ഗൗരിച്ചി, ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ഗൗരിച്ചി. ഇവരിത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു? നീ ഒന്ന് ശരിക്കും നോക്കടി. എന്തായാലും ഇനി അതിന്റെ രഹസ്യം കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. മരുന്നാണെന്നും പറഞ്ഞ് ആ ഏറാടി ഭരണിയിൽ കലക്കി കുറുക്കി കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തതേ എന്താണെന്ന് നമുക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഓ, നോക്കി നിൽക്കാതെ ചെല്ല്. നീ പോയി നോക്ക്. പോ. കിട്ടുന്നില്ല അല്ലേ? കിട്ടില്ല. അവളെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് കാണും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീലേ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒക്കെ ശരി തന്നെയാ. പക്ഷെ അവളെ ഇങ്ങനെ കയറൂരി വിടുന്നത് അത്ര ശരിയൊന്നുമല്ല. എന്താ നീൽ, എന്താ ഇത്ര ധൃതി? എങ്ങോട്ടാ? ഞാൻ എവിടെ പോയാലും അതെന്തിനാ നീ അറിയുന്നത്? എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ നീലിന്? പോലീസ് സ്റ്റേഷനിലും കോടതിയിലും അങ്ങനെ കേറി പരിചയമില്ലാത്ത ആളല്ലേ? എനിക്കിപ്പോ നിന്റെ ഒരു സഹായം ആവശ്യമില്ല. വച്ചിട്ട് പോടി. ഞാനിപ്പോ എങ്ങോട്ട് പോകുന്നു അവളോട് പറയണം പോലും. ഏട്ടനിപ്പോ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് കയറിയതല്ലേ ഉള്ളൂ, ഉടനെ തന്നെ എങ്ങോട്ടാ തിരിച്ചു പോകുന്നത്? അല്ല, സ്വാതി എടുത്ത് എവിടെ? കൂടെ വന്നില്ലല്ലോ. അറിയില്ല, ലൊക്കേഷനിൽ നിന്ന് കാറും എടുത്തോണ്ട് പോയതാ. ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് വന്നു, അവിടം വരെ ഒന്ന് ചെല്ലണമെന്ന്. പോലീസ് സ്റ്റേഷനിലോ? അതെന്തിനാ? അറിയില്ല, ഏതായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പെട്ടെന്ന് വരാം. അപ്പോ ആനക്കുട്ടി എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഉറപ്പാ. അല്ലെങ്കിൽ ഏട്ടൻ വാല് തീ പിടിച്ച പോലെ പോവില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. നീല് പോയിട്ട് വരട്ടെ. സ്വാതി, എന്താ ഇതൊക്കെ? താൻ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുധി എന്നൊരാള് ഈ കുട്ടികളുമായി വരുന്ന വഴിക്ക് നടു റോട്ടിൽ വെച്ച് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതാ കേസ്. എന്താ സ്വാതി, ശരിയല്ലേ? ശരിയാണ് സർ. അവനെ കൊല്ലാൻ തന്നെയാണ് ഞാൻ അടിച്ചത്. ഇവരെന്റെ അനിയത്തിമാരാ. ഏട്ടാ, ഇവരാണ് നിളയും കാവേരിയും. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനത് ചെയ്തത്. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഒരു കൂട്ടുപ്രതി കൂടെ ഉണ്ട് ഇവരോടൊപ്പം. അവനെയും കൊണ്ടുവാ. സർ, നീൽ മഹേഷിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇതുവരെ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കേസിൽ.